ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 DHSC VHSC കേരള +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ജൂലൈ 11 ഇന്ന് വൈകുന്നേരം ഔദ്യോഗികമായിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ വർഷത്തെ DHSC VHSC കേരള +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ഓൺലൈനായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെ ചെക്ക് ചെയ്ത് അറിയാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനായി ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള www.keralaresults.nic.in എന്ന ഗവൺമെൻറ് വെബ്സൈറ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക. അന്നേരം ഇങ്ങനൊരു ഇൻ്റർഫേസിലുള്ളൊരു വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പണായിട്ട് വരിക. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ള കാണാം. DHSC സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട്സ് എന്നും അതിൻ്റെ ഇടയിൽ VHSC സേ എക്സാം റിസൾട്ട്സ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കേരള +2 വിദ്യാർത്ഥി ആകുമ്പോൾ ഏത് +2 വിദ്യാർത്ഥിയാണ് ആ ഒരു +2 ഓപ്ഷൻ നമ്മളിവിടെ സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾ DHSCയിലാണോ പഠിക്കുന്നതെങ്കിൽ DHSC സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ VHSCയിലാണോ നിങ്ങൾ പഠിച്ചതെങ്കിൽ VHSC സെലക്ട് ചെയ്യുക. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആദ്യം DHSC സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അന്നേരം ഇങ്ങനൊരു ഇൻ്റർഫേസിലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ റോൾ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ +2 എക്സാം റോൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്തും കൂടി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ചോദിക്കുന്നില്ല. ശേഷം ഇവിടെ സൈഡിൽ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ നമ്മുടെ 2024 DHSC സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് നമുക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ റിസൾട്ട് വരികയും അത് നമുക്ക് കാണാനും അറിയാനും സാധിക്കും. അതിൻ്റെ ഇപ്പുറത്ത് റീസെറ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ റീസെറ്റായിട്ട് വരും. പിന്നെ വീണ്ടും നമുക്ക് ഈ റിസൾട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യാം. അതേപോലെ ഇവിടെ ഏറ്റവും സൈഡിലായിട്ട് സ്കൂൾ വൈസ് റിസൾട്ട്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ സ്കൂൾ കോഡ് എന്ന ഭാഗത്ത് നമ്മുടെ +2 സ്കൂൾ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡിൽ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ DHSC +2 സേ ഇംപ്രൂവ്മെൻറ്റ് സ്കൂൾ വൈസ് എക്സാം റിസൾട്ട് നമുക്ക് ഇവിടെ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് ഇവിടെ VHSC സേ എക്സാം റിസൾട്ട്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ റോൾ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ +2 എക്സാം റോൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇപ്പുറത്ത് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗമാണ്. അവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കാണുന്ന അതിൻ്റെ സൈഡിൽ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ നമ്മുടെ ഈ വർഷത്തെ കേരള VHSC സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കും. നമുക്കതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ കാണാനും അറിയാനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇവിടെ സൈഡിലൊരു റീസെറ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ റീഫ്രഷ് ആയിട്ട് വീണ്ടും നമുക്ക് പുതിയൊരു പേജ് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇനി ഇവിടെ നമുക്ക് സൈഡിൽ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാവുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ സ്കൂൾ കോഡ് എന്ന ഭാഗത്ത് നമ്മുടെ +2 സ്കൂൾ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സൈഡിൽ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെ VHSC കേരള VHSC +2 സേ +2 സ്കൂൾ വൈസ് സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ വർഷത്തെ DHSC VHSC കേരള +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ഓൺലൈനായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും +2 വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.